ഇവിടെ ഇപ്പോൾ BJP-യുടെ പ്രകടന പത്രികയിൽ പറയുന്ന ഇപ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ നടപ്പാക്കും, 5G 6G ഡെവലപ്മെൻറ്റ്, ലോകമെമ്പാടും രാമായണ ഫെസ്റ്റിവൽ, ഇങ്ങനെ വളരെ എന്താ പറയുക റട്ടറിക്കലായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്, വാചാടോപമുണ്ട്. പക്ഷേ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് വരുന്നില്ല. അതിപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ, വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ, എങ്ങനെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തണം എന്നുള്ള കാര്യത്തിൽ, അവരുടെ നിലവിലുള്ള പദ്ധതികൾ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളതിനപ്പുറത്ത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൻ്റെ പ്രഖ്യാപനമോ അതല്ലെങ്കിൽ ഞങ്ങൾ നടപ്പാക്കുമെന്ന അറിയിപ്പോ അങ്ങനെ ഒന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഇങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ ജയിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ? അല്ല, ശ്രീ അഭിലാഷ്, പഴയ വൈൻ പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുകയാണ് ഇവരുടെ ഇന്നത്തെ പ്രകടന പത്രിക. നോക്കൂ, 2019 പറഞ്ഞതിൽ കൂടുതലായി അവർക്കൊന്നും പറയാനില്ല. 2019 പറഞ്ഞതിൽ നിന്ന് അവർ മൈനസ് ചെയ്തിരിക്കുന്നത് രാമക്ഷേത്രം മാത്രമാണ്. ബാക്കിയെല്ലാം അതേപടി പറയുകയാണ്. 2019 പ്രകടന പത്രികയിൽ ഇവർ പറഞ്ഞത് 2022 24 22 ഈ രാജ്യത്ത് ഭവനരഹിതരായിട്ടുള്ള ഒരാൾ പോലും ഇല്ലാതാകുക എന്നുള്ളതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞത്. അതേ പ്രകടന പത്രിക അതേ നരേന്ദ്രമോദി നയിക്കുന്ന NDAക്ക് ഈ വർഷം പറയേണ്ട വരികയാണ് 3.5 കോടി പുതിയ ഭവനങ്ങൾ നിർമ്മിക്കേണ്ടി വരും. നോക്കൂ, 2019 ചില ഗ്യാരണ്ടികൾ ചിലർ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്യാരണ്ടി മോദിയുടേതായിരുന്നു. എന്താണത്? ഈ രാജ്യത്തെ കള്ളപ്പണം മുഴുവൻ തിരിച്ചെത്തിച്ച് എന്റെയും അഭിലാഷിന്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം വീതം ഇട്ടു നൽകും എന്നതായിരുന്നു മോദിയുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി പൂർത്തീകരിച്ചോ? ഇല്ലല്ലോ. 2024 നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഗണേശ് കേക്ക്. കള്ളപ്പണത്തിന്റെ മൊത്ത വ്യാപാരികൾ BJPയും ടീമുമാണെന്ന് ഇലക്ട്രൽ ബോണ്ട് വ്യക്തമാക്കി തന്നില്ലേ? കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിവരം കൊടുക്കാൻ സുപ്രീം കോടതി ചോദിച്ചപ്പോ അതിന് തട നിന്നതാരാ? നിങ്ങളല്ലേ, നിങ്ങളുടെ ഗവൺമെന്റല്ലേ? 2019 നിങ്ങളുടെ സുരേന്ദ്രൻ, ഇപ്പൊ ഗണപതി വട്ടമാക്കും എന്ന് ഗ്യാരണ്ടി പറയുന്ന സുരേന്ദ്രൻ 2019 ഒരു ഗ്യാരണ്ടി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നാൽ പെട്രോളിനും ഡീസലിനും 50 രൂപയാക്കി തരും എന്നാണ് പറഞ്ഞത്. ഇനി ഗണേശ് ചിലപ്പോ പറയുമായിരിക്കും അത് 1/2 ലിറ്റർ പെട്രോളിനാണ് എന്ന്. എന്റെ ഗണേശ്, അന്ന് 80 രൂപയാണ് 2019 പെട്രോളിന്റെ വില. ഇന്ന് എത്രയാണെന്ന് അറിയാമോ? 110ഓളം രൂപയാണ്. 1/2 ലിറ്റർ പെട്രോൾ ആയിരുന്നു നിങ്ങൾ പറഞ്ഞത് എന്ന ക്യാപ്സ്യൂൾ നിങ്ങൾ മുമ്പോട്ട് വെച്ചാൽ പോലും 1/2 ലിറ്ററിന് ഇന്ന് 50-ലേറെ രൂപയാണ്. ആ ഗ്യാരണ്ടി പൊളിഞ്ഞു. 2019 ശോഭാ സുരേന്ദ്രൻ, നിങ്ങളുടെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി, അവർ 2014 LPG വില 410 ആയപ്പോൾ 390 നിന്ന് 20 രൂപ കൂടി 410 എന്ന എമൗണ്ടിലേക്ക് എത്തിയപ്പോൾ നോക്കൂ, ഞാൻ പുതിയ ഗ്യാരണ്ടി നൽകാം എന്ന് പറഞ്ഞ് നാടൊട്ടുക്കും അടുപ്പ് കൂട്ടി സമരം നടത്തി. എന്നിട്ട് അവർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ 410 ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2014 ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് പാതിയാക്കും. പാതി എന്ന് പറയുമ്പോൾ ഗണേഷ് എത്രയാവുന്നത്? 205 ആക്കണം. എന്നാൽ ഇന്ന് 1200 രൂപയായിരുന്നു കഴിഞ്ഞ മാസം വരെ LPGയുടെ വില. അതായത് ശോഭാ സുരേന്ദ്രന്റെ ഗ്യാരണ്ടി പ്ലസ് 1000 രൂപ, അതായിരുന്നു നിങ്ങളുടെ ശോഭാ സുരേന്ദ്രന്റെ ഗ്യാരണ്ടി ആ കാര്യത്തിൽ നടപ്പിലായത്. നിർമ്മല സീതാരാമന്റെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അത് കാണണ്ടേ നമ്മള്? എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ ആർക്ക് കൊടുക്കും? ഇവിടുത്തെ യുവാക്കൾക്ക് കൊടുക്കും. എന്നാൽ ഗ്ലോബൽ ഇൻഡെക്സുകളിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നത് നിർമ്മല സീതാരാമന്റെയും മോദിയുടെയും ടൈമിലാണ് എന്ന് രാജ്യം മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CSDS സർവേ അടക്കം നിങ്ങളുടെ രാമക്ഷേത്രമല്ല ചർച്ച ചെയ്യുക. ജനം ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ കൃത്യമായി അവർ ജീവൽ പ്രശ്നങ്ങളായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നില്ലേ? അടുത്തത് സ്ത്രീ സുരക്ഷ. 2014 19 നാടൊട്ടുക്കും ഇവരുടെ സ്റ്റാർ ക്യാമ്പയിനറായി സ്ത്രീ സുരക്ഷയെ പറ്റി പ്രസംഗിച്ച് നടന്ന ആരാ? ബ്രിജിഭൂഷൺ സിംഗ് ആയിരുന്നു. ആ ബ്രിജിഭൂഷൺ സിംഗിന്റെ കൂടെ പാർലമെന്റിൽ ഇരിക്കണമെങ്കിൽ കോ പാർലമെന്റേറിയൻസിന് ബ്രിജിഭൂഷണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രൂഫ്, ബ്രിജിഭൂഷൺ പ്രൂഫ് ഇടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതാരാ? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ പറയുന്നു വിശ്വഗുരുവായി മോദി മാറുന്നു, ഇന്ത്യയെ അഖിലേന്ത്യാ തലത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുമ്പോ മോദി രാഷ്ട്രീയത്തെ പറ്റി ചിന്തിക്കുന്നതിനും മുമ്പ് ഇന്ത്യയുടെ അഭിമാനം അന്താരാഷ്ട്ര വേദികളിൽ എത്തിച്ച ഒളിമ്പിക്സ് താരങ്ങൾക്ക് അവരുടെ മെഡൽ വലിച്ചെറിഞ്ഞ് രാജ്യത്തിന്റെ മുമ്പിൽ കണ്ണീരൊലിപ്പിച്ച് ഉണ്ടാക്കിയതാരാം. അപ്പൊ ആ ഗ്യാരണ്ടി നടപ്പിലായിട്ടുണ്ടോ? അപ്പോൾ ഇവർ പറഞ്ഞ ഒരു ഗ്യാരണ്ടി നടപ്പിലായില്ല എന്ന് മാത്രമല്ല, ആകെപ്പാട് ഇവർക്ക് ചെയ്യാൻ പറ്റിയത് ചില PM ആവാസ് യോജനകൾ ഇവരുണ്ടാക്കി. PM യോജനകൾ എന്താണ്? PM യോജന ശ്രീ അഭിലാഷ്, PM യോജന എന്ന് പറഞ്ഞാൽ പേരുമാറ്റൽ യോജനയാണ്. UPA ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ മുഴുവൻ പേര് മാറ്റി. ഇന്ദിരാ ആവാസ് യോജന മാറ്റി അതിനെ PM ആവാസ് യോജനയാക്കി. UPA ഗവൺമെന്റ് കൊണ്ടുവന്നു. എന്താണ്? ഈ രാജ്യത്തെ അഭിലാഷിനും എനിക്കും ഓരോ സാധാരണക്കാരനും ഇവിടുത്തെ എന്താണ് ഭക്ഷ്യ സുരക്ഷാ നിയമം അത് അതേപടി മാറ്റി മോദിക്ക് ഗ്യാരണ്ടി എല്ലാവർക്കും ഞങ്ങൾ എന്ത് കൊടുക്കും? ഭക്ഷ്യം സുരക്ഷ പറയുന്നു.
പേര് മാറ്റാനല്ലാതെ മുമ്പോട്ട് പോകാൻ ഇവർക്ക് ഒന്നുമില്ല എന്നുള്ളതാണ് യഥാർത്ഥം. ശരി.